ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ മിസ്റ്റർ സെലിബ്രിറ്റി എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ്. ഇതൊരു വ്യത്യസ്തമായ ക്രൈം ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ എന്തെന്നാൽ, ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ വരുന്നു. ആ പെൺകുട്ടിയുടെ പരാതി കേട്ട് പോലീസുകാർക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താണ് പരാതി എന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും രാത്രി ഒരാൾ സ്വപ്നത്തിൽ വന്ന് തന്നെ ബലാത്സംഗം ചെയ്യുന്നു എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പരാതി. നിന്റെ സ്വപ്നത്തിൽ നടക്കുന്ന കാര്യത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് പോലീസ് ചോദിച്ചു. അതിന് ആ പെൺകുട്ടി പറഞ്ഞു, ആദ്യം ഞാനും ഇത് വെറും ഒരു സ്വപ്നമാണെന്നാണ് കരുതിയത്. പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിന്റെ അടയാളങ്ങളും മുറിവുകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ മുറിവുകൾ തെളിവായി പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു. ഇത് സ്വപ്നത്തിലാണോ അതോ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന് എനിക്ക് ആശയക്കുഴപ്പമുണ്ട് എന്ന് അവൾ പറഞ്ഞു. ശരി, ആ വ്യക്തിയുടെ മുഖം നീ സ്വപ്നത്തിൽ കണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ കണ്ടു എന്ന് അവൾ മറുപടി നൽകി. ആരാണ് ആ വ്യക്തി എന്ന് കണ്ടെത്തിയാൽ ഈ കേസിൽ ഒരു വ്യക്തത വരുമെന്ന് കരുതി SI ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു. അതിനുശേഷം ഒരുപാട് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണോ, ഈ പെൺകുട്ടിക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് വിശദമായി കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ ഇനി അധികം വൈകാതെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. സ്റ്റേഷനിലെ SIയെ കാണാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് ചിലർ പ്രശസ്തരാകാനും സെലിബ്രിറ്റികളാകാനും വേണ്ടി വിചിത്രമായ കേസുകൾ കൊടുത്ത് പബ്ലിസിറ്റി നേടാൻ തുടങ്ങിയിരിക്കുന്നു. അന്ന് ഒരാൾ വന്ന് തന്റെ പശു പാൽ കറക്കുന്നില്ല എന്ന് പരാതി കൊടുത്തു. പോലീസുകാർ പോയി പശുവിനെ അടിച്ച് പാല് കറന്നു കൊടുക്കണോ? വേറൊരാൾ ഭയങ്കരമായ വെയിലടിക്കുന്നു, അതുകൊണ്ട് സൂര്യനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പരാതി കൊടുത്താൽ പത്രത്തിലും TVയിലും വരും. അതിലൂടെ അവർ പ്രശസ്തരാകുമല്ലോ എന്ന് കരുതി ഇതുപോലുള്ള ഭ്രാന്തന്മാർ സ്റ്റേഷനിലേക്ക് വരുന്നു എന്ന് സുഹൃത്ത് പറയുന്നു. അപ്പോൾ SI പറഞ്ഞു, അതൊക്കെ പോട്ടെ, ഇന്നലെ ഒരു പെൺകുട്ടി വന്ന ഒരു പരാതി തന്നു. ആ പരാതി കേട്ട് ഞാനും എൻ്റെ ടീമും ചിരി അടക്കാൻ പാടുപെട്ടു. അതെന്താ പരാതി, പറ, ഞാനും ചിരിക്കട്ടെ എന്ന് സുഹൃത്ത് ചോദിച്ചപ്പോൾ, അതോ, ആ പെൺകുട്ടി തന്നെ വരുന്നുണ്ട്, അവളോട് തന്നെ ചോദിച്ചു എന്ന് SI പറഞ്ഞു. അതേസമയം ലളിത എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവിടേക്ക് വന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്റെ മാനത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് തമാശയാണോ? എന്റെ കേസ് എടുക്കുകയില്ലയോ എന്ന് ചോദിച്ചപ്പോൾ, ആദ്യമായി അതൊരു കേസേ അല്ല, കേസ് എടുക്കാൻ പറ്റില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് SI പറഞ്ഞു വിടുന്നു. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ, സർ, കേസ് എടുക്കാൻ പാവം തോന്നുന്നു എന്ന് പറയുന്നു. നീ എന്താ ശുപാർശ ചെയ്യാണോ എന്ന് SI ചോദിച്ചു. അല്ല സർ, റിസർവേഷൻ, അവരൊരു സ്ത്രീയല്ലേ എന്ന് പോലീസുകാർ പറഞ്ഞു. നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ആ പെൺകുട്ടിയുടെ കേസ് എടുക്കാൻ പോകുന്നില്ല എന്ന് SI ഉറപ്പിച്ചു പറഞ്ഞു. ഈ കേസ് എടുക്കില്ലെന്ന് പറഞ്ഞില്ലേ, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തന്നെ എന്റെ കേസ് എടുക്കുമോ ഇല്ലയോ എന്ന് നോക്കാം, ഞാൻ എന്ത് ചെയ്യുമെന്ന് കണ്ടോ എന്ന് വെല്ലുവിളിച്ച് ലളിത അവിടെ നിന്നും പോയി. പിറ്റേന്ന് രാവിലെ ലളിത സ്റ്റേഷനിൽ വന്നിരിക്കുന്നു. എന്താ 24 മണിക്കൂറിനുള്ളിൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് SI ചോദിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. മേലുദ്യോഗസ്ഥനായിരുന്നു അത്. ആ പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയാമോ? ഈ നാട്ടിൽ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുക. അവർക്ക് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കും. ആ പെൺകുട്ടിയുടെ കേസ് നീ എടുക്കില്ലെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. അതല്ല സർ, ആ കേസ് വന്നിട്ട് എന്ന് SI പറഞ്ഞു തുടങ്ങി. ഒന്നുകിൽ കേസ് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് പരിഹരിച്ചു കൊടുക്കുക. ഞാൻ CA മീറ്റിങ്ങിന് പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് മേലുദ്യോഗസ്ഥൻ ഫോൺ കട്ട് ചെയ്തു. ശരി, ഈ പെൺകുട്ടിയുടെ കേസ് അന്വേഷിക്കാമെന്ന് SI തീരുമാനിച്ചു. ലളിതയെ ഇരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾ തന്റെ കഥ പറയാൻ തുടങ്ങി. ലളിത ഒരു സാമൂഹിക പ്രവർത്തകയാണ്. നാട്ടിൽ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും സഹായിക്കാൻ മുന്നിൽ നിൽക്കും. പല സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. 15 ദിവസം മുമ്പ് ഒരു പിറന്നാൾ പാർട്ടിയിൽ പങ്കെടുത്ത് മദ്യപിച്ച് വീട്ടിൽ വന്നു. വീട്ടിലെ വേലക്കാരിയോട് ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. മുറിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അജ്ഞാതൻ മുറിയിൽ കയറി ലളിതയെ ബലാത്സംഗം ചെയ്തു. പെട്ടെന്ന് ലളിത കണ്ണു തുറന്നു നോക്കിയപ്പോൾ അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അതൊരു ദുസ്വപ്നമാണെന്ന് കരുതി അവൾ അത് മറന്ന് തന്റെ ജോലികളിൽ മുഴുകി. അതിനുശേഷവും ഇതേപോലുള്ള സ്വപ്നങ്ങൾ ആവർത്തിച്ചു. ഇത് കേട്ട് SI പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നീ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ല, ഡോക്ടറുടെ അടുത്താണ്. അപ്പോൾ അവള് പറഞ്ഞു, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടറോട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇല്യൂഷൻ ഡിസോർഡർ ആയിരിക്കാം, അതിന് ചികിത്സയുണ്ട്, ഞാൻ തരാം എന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രശ്നം പൂർണ്ണമായും മാറണമെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന ആ വ്യക്തിയെ കണ്ടെത്തണം എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷമാണ് ലളിത പോലീസ് സ്റ്റേഷനിൽ വന്നത്. സ്വപ്നത്തിൽ കണ്ട ആ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തി തരണം എന്നവൾ പറഞ്ഞു. അതെല്ലാം സ്വപ്നമാണെന്ന് നീ തന്നെയല്ലേ പറയുന്നത്, അപ്പോൾ ഇല്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ കണ്ടെത്തും എന്ന് SI ചോദിച്ചു. ഇത് പൂർണ്ണമായും സ്വപ്നമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം എന്റെ ശരീരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിന്റെ അടയാളങ്ങളുണ്ട്, ഇതാ നോക്കൂ എന്ന് പറഞ്ഞ് അവളുടെ ശരീരത്തിലെ മുറിവുകൾ കാണിച്ചു. ചില മുറിവുകൾ കാണിക്കാൻ കഴിയില്ലെന്നും അവൾ പറഞ്ഞു. അത് കണ്ടപ്പോഴാണ് SI ഞെട്ടിയത്. ഇതൊരു വിചിത്രമായ കേസാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ശരി, ആ വ്യക്തിയുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നന്നായി ഓർമ്മയുണ്ട് എന്ന് ലളിത പറയുന്നു. കഴിവുള്ള ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വരുത്തി ലളിത പറഞ്ഞ അടയാളങ്ങൾ വെച്ച് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഇവൻ തന്നെ സർ, ഇവൻ തന്നെ എന്ന് ലളിത ഉറപ്പിച്ചു പറഞ്ഞു. ഉടനെ തന്നെ ആ സ്കെച്ച് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാധ്യമങ്ങളിലേക്കും അയച്ചു. സ്കെച്ചിലുള്ള വ്യക്തിയുടെ പേര് ലക്കി എന്നായിരുന്നു. ലക്കി ഒരു യൂട്യൂബറാണ്. പലതരം കണ്ടന്റുകൾ ചെയ്യുന്ന ഷോസ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബർ. മാധ്യമങ്ങളിൽ വളരെ പ്രശസ്തനാണ്, ഒരുപാട് ആരാധകരും ഉണ്ട്. ചില സമയങ്ങളിൽ വിവാദപരമായ കണ്ടന്റുകൾ ഇട്ട് പൊതുജനങ്ങളിൽ നിന്ന് ചീത്തപ്പേര് വാങ്ങാറുണ്ട്.
ഷോകളും വീഡിയോ അപ്ലോഡിങ്ങും പാർട്ടികളുമായി ജീവിതം ആസ്വദിക്കുന്ന ലക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിലിരിക്കുന്ന ലക്കി പോലീസിനോട് തട്ടിക്കയറുകയായിരുന്നു. ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ഞാൻ. എന്തിനാണ് കൊണ്ടുവന്നതെന്ന് പോലും പറയാതെ സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നു. എന്റെ ചാനലിൽ ലൈവ് കൊടുത്താൽ നിങ്ങളുടെ എല്ലാം ജോലി പോകുമെന്ന് പറഞ്ഞ് പോലീസിനെ ഭീഷണിപ്പെടുത്തി. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ലളിതയോട് നിനക്ക് എന്റെ പേരിൽ എന്ത് പരാതിയാണുള്ളത് എന്ന് ചോദിച്ചു. ലളിത ലക്കിയുടെ മുഖത്തേക്ക് നോക്കി. ഇവൻ തന്നെ സർ, ഇവനാണ് എന്നെ റേപ്പ് ചെയ്തത് എന്ന് SIയോട് പറഞ്ഞു. റേപ്പോ എന്ന് കേട്ട് ലക്കി ഞെട്ടിപ്പോയി. ഈ പെൺകുട്ടി പറഞ്ഞല്ലോ ഇവൻ അകത്തിടുമെന്ന് SI പറയുന്നു. ഉടനെ ലക്കി പറഞ്ഞു, എന്താണത്? ഈ പെൺകുട്ടി വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം അകത്തിടുമോ? അവൾ പറയുന്ന സമയത്ത് ഞാൻ എവിടെയായിരുന്നു എന്ന് എന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് ട്രാക്ക് ചെയ്യും. ഞാനാണിത് ചെയ്തതെന്ന് ഉറപ്പിച്ചതിനു ശേഷം വിധിച്ചാൽ മതി എന്ന് ലക്കി വാദിച്ചു. SI ചിന്തിച്ചു, നിന്നെ പുറത്തു വിടാനും പറ്റില്ല, നിന്റെ നാട്ടിൽ വന്ന് അന്വേഷണം നടത്താനുള്ള ബജറ്റും ഞങ്ങൾക്കില്ല, അതുകൊണ്ടൊരു വഴിയുണ്ട്, DNA ടെസ്റ്റ്. അങ്ങനെ അവർ രണ്ടുപേരെയും ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത്? ആ പയ്യനെ കൊണ്ടുപോയി 4 തല്ല് കൊടുത്താൽ അവൻ സത്യം പറയും. അപ്പോൾ SI പറഞ്ഞു, എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ വന്നതോടെ എല്ലാവരും സെലിബ്രിറ്റികളായി. ആ പയ്യൻ വലിയ യൂട്യൂബർ ആണെന്ന് പറയുന്നുണ്ട്. ഈ പെൺകുട്ടി താനൊരു ഫെമിനിസ്റ്റ് ആണെന്നും പറയുന്നു. അവർക്കിടയിൽ ഞാൻ പെട്ടുപോയി. അതുകൊണ്ട് നമുക്ക് നിയമപരമായി തന്നെ പോവാം, നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി തരൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്നു. ഇത്ര പെട്ടെന്ന് DNA റിപ്പോർട്ട് വന്നോ എന്ന് SI സന്തോഷത്തോടെ ചോദിച്ചു. ഡോക്ടർക്ക് ദേഷ്യം വന്നു. DNA ടെസ്റ്റ് എടുക്കുന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് പോലെയാണെന്നാണ് വിചാരിച്ചത്. റിപ്പോർട്ട് വരാൻ സമയമെടുക്കും. ഞാൻ കോൺസ്റ്റബിളിന്റെ കയ്യിൽ കൊടുത്തുവിടാം, നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. ഈ വിഷയം മാധ്യമങ്ങളിൽ ലീക്കായി. അവർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ TV-യിൽ ലളിത എന്ന യുവതിയെ ലക്കി എന്ന യൂട്യൂബർ നൂതനമായ രീതിയിൽ ബലാത്സംഗം ചെയ്തുവെന്ന് വാർത്ത വരുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ലളിത ഗർഭിണിയാണെന്നും ആ റിപ്പോർട്ട് തങ്ങളുടെ ചാനലിന് ലഭിച്ചെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ലളിത തല കറങ്ങി താഴെ വീഴുന്നു. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്ക്, റിപ്പോർട്ട് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ മാധ്യമങ്ങൾക്ക് കിട്ടിയോ എന്ന് SI ആശ്ചര്യപ്പെട്ടു. അപ്പോഴേക്കും റിപ്പോർട്ട് സ്റ്റേഷനിലെത്തി. കോൺസ്റ്റബിൾ വരുന്ന വഴിക്ക് മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി കൊടുത്തതാണെന്ന് മനസ്സിലായി. റിപ്പോർട്ട് പേപ്പർ തുറന്നതും മേലുദ്യോഗസ്ഥന്റെ കോൾ വന്നു. ആ പെൺകുട്ടിയുടെ കേസ് രഹസ്യമായി കൈകാര്യം ചെയ്യാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ലീക്കാവുന്ന രീതിയിലാണോ നീ കാര്യങ്ങൾ ചെയ്തത് എന്ന് അദ്ദേഹം ചോദിച്ചു. സർ, എങ്ങനെ ലീക്കായി എന്ന് എനിക്കറിയില്ല എന്ന് SI മറുപടി പറഞ്ഞു. റിപ്പോർട്ടിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പോസിറ്റീവാണ് സർ, ആ പെൺകുട്ടി ഗർഭിണിയാണ്, അതിന് കാരണം ഈ പയ്യനാണ് എന്ന് പറഞ്ഞു. അവനെതിരെ FIR ഫയൽ ചെയ്ത് അകത്തിട്, ഞാൻ നോക്കിക്കോളാം എന്ന് മേലുദ്യോഗസ്ഥൻ പറഞ്ഞു. ഉടനെ തന്നെ ലക്കിയെ ജയിലിൽ അടച്ചു. ലക്കിക്ക് ഇതൊന്നും മനസ്സിലായില്ല. സർ, ഞാൻ ഇതിനു മുമ്പ് ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല, തൊട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് എന്റെ കുഞ്ഞിനെ അവൾ ഗർഭം ധരിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ, എന്നെ വിട് എന്ന് ലക്കി ജയിലിൽ കിടന്ന് കെഞ്ചി. SIക്ക് വലിയ സന്തോഷമായി. കാരണം ഈ കേസ് ഒരു സെൻസേഷണൽ വിഷയമായി മാറുകയായിരുന്നു. TV ചാനലുകളെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ ഒരു കേസ് അന്വേഷണത്തിലൂടെ താനും പ്രശസ്തനാകുമെന്ന് SI കരുതി. കട്ട് ചെയ്യുമ്പോൾ ലക്കിയുടെ വീടാണ് കാണിക്കുന്നത്. ലക്കിയുടെ അച്ഛൻ വിഷാദിച്ചിരിക്കുകയാണ്. ലക്കിയുടെ അമ്മ പറയുന്നുണ്ട്, ഫംഗ്ഷൻ വരുന്നുണ്ടല്ലോ, നമ്മുടെ മകനെ നാട്ടിലേക്ക് വരാൻ പറയാം. അപ്പോൾ ലക്കിയുടെ അനിയത്തി TV ഓൺ ചെയ്തപ്പോൾ ലക്കിയെ കുറിച്ചുള്ള വാർത്തയാണ് വരുന്നത്. അത് കണ്ട അമ്മ ഞെട്ടിപ്പോയി. കുടുംബം തകർന്നുപോയി. ഉടനെ തന്നെ ലക്കിയുടെ അമ്മ ലക്കിക്ക് ഫോൺ ചെയ്ത്, നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ വാർത്ത വരുന്നത് എന്ന് ചോദിച്ചു. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരോ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് ലക്കി പറയുന്നു. അച്ഛൻ നിന്നോട് വലിയ ദേഷ്യത്തിലാണ്, നിന്നെ കാണാൻ പോലും വരില്ലെന്നാണ് പറയുന്നത് എന്ന് അമ്മ പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു. ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ നിന്ന് ലളിതയ്ക്ക് ഫോൺ വരുന്നു. അയാൾ ആരായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവർ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എനിക്കും അദ്ദേഹത്തിനും ഒരു ബന്ധവുമില്ല, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് ലളിത പറഞ്ഞു. ഉടനെ തന്നെ മാധ്യമങ്ങൾ ഒരു നിഗമനത്തിലെത്തി. ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് എന്തോ പ്രശ്നമെന്നും അവൾ എന്തോ മറച്ചു വെക്കുകയാണെന്നും പറഞ്ഞ് ലളിതയെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി. ലക്കി ഉടമസ്ഥനായ യൂട്യൂബ് ചാനലിൽ നിന്നും കോൾ വരുന്നു. കണ്ടന്റിന് വേണ്ടി നമ്മൾ ഒരുപാട് പേരോട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഇത്രത്തോളം നിന്നെ നശിപ്പിക്കാൻ മാത്രം ആരുമില്ല, എനിക്ക് നിന്നെയാണ് സംശയം, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നവർ പറയുന്നു. എന്തിനാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എന്ന് ലക്കി ദേഷ്യപ്പെട്ടു. അവിടേക്ക് വന്ന SIയുടെ ഷട്ടിൽ കയറി പിടിച്ചു. നീ കാരണമാണ് എല്ലാം, ഞാൻ എന്റെ പാട്ടിന് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുകയായിരുന്നു, നീയാണ് എന്നെ അനാവശ്യമായ കേസിൽ കുടുക്കിയത് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ SIയുടെ കയ്യിലുണ്ടായിരുന്ന കേസ് ഫയൽ താഴെ വീണു. അതിലുണ്ടായിരുന്ന മെഡിക്കൽ റിപ്പോർട്ട് ലക്കി എടുത്തു. അതിൽ ഹോസ്പിറ്റലിന്റെ പേരിൽ അക്ഷരത്തെറ്റുണ്ടായിരുന്നു. നിങ്ങളൊരു വ്യാജ റിപ്പോർട്ട് വെച്ച് എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുകയാണ്, ഇതിന് നിങ്ങൾ അനുഭവിക്കും എന്ന് ലക്കി പറഞ്ഞു. ഇതുകൊണ്ട് നീ എന്ത് ചെയ്യാനാണ്, അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ ഡോക്ടർക്ക് നേരിട്ട് ഫോൺ ചെയ്ത് ചോദിക്കാം എന്ന് പറഞ്ഞ് SI ലൗഡ് സ്പീക്കറിലിട്ട് ഡോക്ടറെ വിളിച്ചു. നിങ്ങൾ തന്ന റിപ്പോർട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റേത് തന്നെയല്ലേ, എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിന്റെ പേരിൽ അക്ഷരത്തെറ്റുള്ളത് എന്ന് ചോദിച്ചു. റിപ്പോർട്ടോ? ഏത് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്? റിപ്പോർട്ട് ഇപ്പോഴാണ് വന്നത്, ഞാനത് കൊടുത്തുവിടാൻ തുടങ്ങുകയായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാവരും ഞെട്ടി. ശരി, ആ റിപ്പോർട്ടിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നെഗറ്റീവാണ്, ആ പെൺകുട്ടി ഗർഭിണിയല്ല, അവൾക്ക് ലൈംഗികമായ ഒരു അതിക്രമവും നടന്നിട്ടുമില്ല എന്നായിരുന്നു റിപ്പോർട്ട്. ഇതെന്താണ് നടക്കുന്നതെന്ന് SIക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ വ്യാജ റിപ്പോർട്ട് എങ്ങനെ സ്റ്റേഷനിൽ വന്നു എന്ന ചോദ്യമുയർന്നു. ഉടനെ തന്നെ ലക്കി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്റെ പേരിൽ ഒരു വ്യാജ കേസ് ഉണ്ടാക്കി നിങ്ങൾ എന്നെ ജയിലിൽ അടയ്ക്കാൻ നോക്കി, ഈ കേസ് ഞാൻ നിങ്ങളുടെ മേൽ തിരിച്ചടിച്ചാൽ നിങ്ങളുടെ ജോലിയും പോവും, മാനവും പോകും എന്ന് ഭീഷണിപ്പെടുത്തി.
ഉടനെ തന്നെ ലക്കിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കി. നിനക്ക് എന്ത് വേണമെന്ന് പറ, ഞാൻ ചെയ്തു തരാം എന്ന് എസ് ഐ കെഞ്ചാൻ തുടങ്ങി. ഇപ്പൊ എന്റെ പേരിലല്ലേ ചർച്ചകൾ നടക്കുന്നത്, അതെല്ലാം ഉടനെ തന്നെ നിർത്തിവെക്കാൻ പറ. എന്റെ മേലുള്ള കുറ്റങ്ങളെല്ലാം തെറ്റാണെന്ന് പറ എന്ന് ലക്കി ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ എസ് ഐ TV ചാനലിലേക്ക് വിളിച്ചു. അവർ ശരിയെന്ന് പറഞ്ഞെങ്കിലും ആ വാർത്ത സംപ്രേഷണം ചെയ്യാതെ അടുത്ത ഷോയിലേക്ക് പോയി. എസ് ഐ വീണ്ടും വിളിച്ച് ആ പയ്യന്റെ മേൽ തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, എന്തുകൊണ്ടാണ് സംപ്രേഷണം ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നു. അത് തെറ്റാണെന്ന് തെളിഞ്ഞില്ലേ, താഴെ സ്ക്രോളിംഗിൽ വരും, നോക്കിക്കോളൂ എന്നവർ മറുപടി പറഞ്ഞു. മാധ്യമങ്ങൾ ഒരു വിഷയം വലുതാക്കും, പക്ഷെ അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അത് പരസ്യമായി സമ്മതിക്കാതെ താഴെ സ്ക്രോളിംഗിലിട്ട് അടുത്ത വാർത്തയിലേക്ക് പോകും. തങ്ങളുടെ പേര് ചീത്തയാവുമെന്ന് കരുതിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. സ്റ്റേഷനിലേക്ക് വന്ന ലളിത എസ് ഐയോട് ദേഷ്യപ്പെട്ടു. ലക്കിയുടെ കയ്യിൽ നിന്ന് നീ എത്ര പണം വാങ്ങി? പണം വാങ്ങിയിട്ടാണോ ഈ കേസ് ഒന്നും ഇല്ലാതാക്കിയത്? TV ചാനലുകളൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എസ് ഐ പറഞ്ഞു, ദേഷ്യപ്പെടാതെ കേൾക്ക്, നമുക്ക് കിട്ടിയ റിപ്പോർട്ട് വ്യാജമായിരുന്നു, യഥാർത്ഥ റിപ്പോർട്ട് വേറെയാണ്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അതിൽ പറയുന്നത്. നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പൊക്കോ, വല്ല ഭ്രാന്താശുപത്രിയിൽ പോയി കാണിക്കേ. ഇത് കേട്ട് ലളിതയ്ക്ക് കടുത്ത ദേഷ്യം വന്നു. ലക്കി പറഞ്ഞു, പ്രശ്നം ഇപ്പോഴാണ് തുടങ്ങുന്നത്, എന്താ നീ പറയുന്നത് എന്ന് എസ് ഐ ചോദിച്ചു. അതെ, ഇത്രയും നേരം നടന്ന കാര്യങ്ങളെല്ലാം ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് ആരാണെന്നും എന്തിനാണെന്നും നമ്മൾ അറിയണ്ടേ. ഇന്നുവരെ ഈ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ആരാണെന്ന് അവൾക്കും അറിയില്ലായിരുന്നു, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. നമ്മൾ 3 പേരും ഈ കേസിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ചേരുന്നുണ്ടെങ്കിൽ നമ്മളെ 3 പേരെയും ലക്ഷ്യം വെച്ച് ആരോ എന്തോ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. എവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത് എന്ന് ലളിതയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ പ്രശ്നം വിശദീകരിക്കാനായി ഞാൻ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. ആ ഡോക്ടറാണ് നിന്നെ കണ്ടെത്തണമെന്നും പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നും പറഞ്ഞത്. നിനക്കുള്ള സ്വാധീനം വെച്ച് പോലീസുകാർ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടന്നത്. ശരി, നമുക്ക് നേരിട്ട് ആ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് അവർ 3 പേരും ആ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നതിന്റെ ഒരു അടയാളം പോലും ഇല്ലായിരുന്നു. ആ ഡോക്ടർ എല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതൊരു വ്യാജ ഡോക്ടറായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഡോക്ടറെ കാണാൻ നീ ഒറ്റയ്ക്കാണോ വന്നത്, കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ലളിത പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു വേലക്കാരിയുണ്ട്, അവരുടെ കൂടെയാണ് ഞാൻ വന്നത്. അവരെവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ വീട്ടിലുണ്ടാകും എന്ന് പറഞ്ഞ് അവർ ഉടനെ തന്നെ ലളിതയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ സ്ഥിരമായി വരുന്ന വേലക്കാരി അന്ന് വന്നിട്ടില്ലായിരുന്നു. ഈ പെൺകുട്ടിക്ക് വട്ടാണോ എന്ന് സംശയിച്ച് എസ് ഐ അയൽപക്കത്ത് അന്വേഷിക്കാൻ തുടങ്ങി. ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിയും അവൾക്ക് ജോലിക്ക് സഹായിക്കാൻ ഒരു വേലക്കാരിയുണ്ട് എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ വേലക്കാരിയുള്ളത് സത്യമാണ്, ഈ പെൺകുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല എന്നുറപ്പിച്ചു. വീട്ടിൽ കയറി വേലക്കാരിയെ തിരഞ്ഞു, പക്ഷേ അവരെ കണ്ടില്ല. അവർ പറയാതെ ലീവ് എടുക്കുന്ന ആളല്ല. ഈ വീടിനൊരു ബേസ്മെന്റ് ഉണ്ട്, അവിടെയും പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ ബേസ്മെന്റിലേക്ക് പോയി. അവിടെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നു. അവിടെയും അവരെ കാണാതെ മടങ്ങാൻ തുടങ്ങുമ്പോൾ ആ കൂമ്പാരത്തിനിടയിൽ ഒരു ഫോട്ടോ കിടക്കുന്നത് ലക്കി കണ്ടു. അത് കണ്ട് ലക്കി ഞെട്ടി. അതെടുത്ത് നോക്കിയപ്പോൾ അത് ലക്കിയുടെ ഫോട്ടോ ആയിരുന്നു. എന്റെ ഫോട്ടോ എങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്റെ മറ്റൊരു ഫോട്ടോ ഒരു പെട്ടിക്കുള്ളിൽ കിടക്കുന്നത് കണ്ടു. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഹിപ്നോട്ടിസം ചെയ്യാനുള്ള ഉപകരണങ്ങളും ലളിതയുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു പല്ല് സെറ്റും മറ്റു ചില സാധനങ്ങളും അതിലുണ്ടായിരുന്നു. ആരോ ലളിതയെ ഹിപ്നോട്ടിസം ചെയ്ത് തനിക്ക് ബലാത്സംഗം നടന്നതായി വിശ്വസിപ്പിച്ച് അത് ചെയ്തത് ലക്കിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം ലളിതയുടെ വീട്ടിൽ ഗ്യാസ് ലീക്കായി. അവർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവിടേക്ക് വന്ന ഒരു മുഖംമൂടി ധരിച്ചയാൾ അവളെ ഭീഷണിപ്പെടുത്തി. നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും ഞാൻ കൊല്ലില്ല, നിങ്ങളെ നല്ല സെലിബ്രിറ്റികളാക്കി ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ട് കൊല്ലും എന്ന് പറഞ്ഞ് അവനൊന്ന് പോയി. ആരാണ് ഈ മുഖംമൂടി ധരിച്ചയാൾ, എന്തിനാണ് ഇവർ 3 പേരെയും ലക്ഷ്യം വെക്കുന്നത് എന്നതൊരു രഹസ്യമായി തുടർന്നു. ലക്കി പറഞ്ഞു, 48 മണിക്കൂറിനുള്ളിൽ ആ മുഖംമൂടി ധരിച്ചയാൾ നമ്മളെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിരിക്കുന്നു, അതും സെലിബ്രിറ്റി ആക്കിയിട്ട് കൊല്ലുമെന്ന്. അവര് നമ്മളെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ കൊല്ലാമായിരുന്നു. ഇങ്ങനൊരു പാറ്റേണിൽ കൊല്ലുമെന്ന് നമ്മളോട് തന്നെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് ലളിത ചോദിച്ചു. അവൻ നമ്മളെ സെലിബ്രിറ്റികളാക്കി കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ അവനെ പിടിക്കണം എന്ന് ലക്കി പറഞ്ഞു. അതിനെ എവിടെ നിന്നാണോ നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് അന്വേഷണം തുടങ്ങാം. ലളിതയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ലക്ഷ്മി എന്ന വേലക്കാരി ശരിക്കുള്ള ആളാണെങ്കിൽ ആ ഡോക്ടറും യഥാർത്ഥത്തിൽ ഉണ്ടാകണമല്ലോ. നമുക്ക് അയാളെ കണ്ടെത്താമെന്ന് പറഞ്ഞ് അവർ ശ്രമം തുടങ്ങി. ലക്കിക്ക് ഒരു വീഡിയോ ലഭിച്ചു. ലക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ ലക്കിയുടെ കോലം കത്തിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയുടെ പിന്നിൽ ഒരു ബസ് പോകുന്നത് കണ്ടു. ആ ബസ്സിൽ ലളിതയെ ചികിത്സിച്ച ഡോക്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു. ലളിത ആ ഡോക്ടറെ തിരിച്ചറിഞ്ഞ് എസ് ഐയോട് പറഞ്ഞു. ഉടനെ തന്നെ അവർ ബസ് ഡിപ്പോയിലേക്ക് പോയി. ഡ്രൈവറോടും കണ്ടക്ടറോടും ആ വ്യക്തി എവിടെയാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചു. കണ്ടക്ടർക്ക് ഓർമ്മയുണ്ടായിരുന്നു. അയാൾ ഇറങ്ങിയ സ്റ്റോപ്പിന്റെ വിവരം പറഞ്ഞു കൊടുത്തു. അവിടെ പോകുന്നതിന് മുമ്പ് ലക്കി ഒരു ഐഡിയ പറഞ്ഞു. നമ്മൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നെല്ലാം ആ അജ്ഞാതൻ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടാവും. അവന്റെ ട്രാക്കിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ ലളിതയുടെ വീട്ടിൽ വെച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ 3 പേരും ലളിതയുടെ വീട്ടിലുണ്ടെന്ന് അവൻ കരുതും. ആ ദേഷ്യത്തിൽ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അവനെ പിടിക്കാം. അങ്ങനെ അവരുടെ പേഴ്സണൽ ഫോണുകൾ ലളിതയുടെ വീട്ടിൽ വെച്ച് വേറെ 3 ഫോണുകൾ വഴി അവർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ തുടങ്ങി. അവർ ആ സ്ഥലത്തെത്തി ഡോക്ടറുടെ ഫോട്ടോ കാണിച്ച് എല്ലായിടത്തും അന്വേഷിച്ചു. ഒടുവിൽ ആ ഡോക്ടറെ കണ്ടെത്തി. ഡോക്ടറുടെ ആളുകൾ ലക്കിയെ ആക്രമിക്കാൻ വന്നപ്പോൾ ലക്കി അവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ഡോക്ടറെ പിടികൂടി.
ആ മുഖംമൂടി ധരിച്ചയാൾ ആരാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു ക്ലിനിക്ക് നടത്തി വരികയായിരുന്നു. പണം തരാമെന്ന് കേട്ടപ്പോൾ ഞാൻ അഭിനയിച്ചു, അത്രയേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. TV-യിൽ വാർത്ത വന്നപ്പോൾ ഭയന്ന് ഞാൻ ഇവിടേക്ക് ഒളിവിൽ വന്നതാണെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ അതുവഴി 2 കോൺസ്റ്റബിൾമാർ വന്നു. കേസ് തീരുന്നവരെ അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ പറഞ്ഞ് ഡോക്ടറെ ആ കോൺസ്റ്റബിൾമാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഡോക്ടറുടെ മൊബൈലിൽ നിന്ന് അയാൾ വിളിച്ച നമ്പർ അവർ കുറിച്ചെടുത്തു. പക്ഷെ ആ നമ്പറിലേക്ക് കോൾ പോയില്ല. അടുത്തതായി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ അടുത്തുള്ള ഒരു റിസോർട്ടിൽ തങ്ങാമെന്ന് അവർ തീരുമാനിച്ചു. SIക്ക് ഭയം ഉണ്ടായിരുന്നു. ആ മുഖംമൂടി ധരിച്ചയാൾ വന്ന് കൊന്നാൽ എന്തു ചെയ്യുമെന്ന് അദ്ദേഹം ചോദിച്ചു. നമ്മുടെ പേഴ്സണൽ ഫോണുകൾ ലളിതയുടെ വീട്ടിലല്ലേ, അവർ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ തന്നെയുണ്ടെന്നേ കരുതും. അവർ അങ്ങോട്ടല്ലേ പോകൂ, ഇവിടെ എങ്ങനെ വരും എന്ന് പറഞ്ഞ് അവർ റിസോർട്ടിലേക്ക് പോയി. അവിടെ ലളിത വളരെ വിഷാദത്തിലായിരുന്നു. തന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ലക്കി അവളെ ആശ്വസിപ്പിച്ചു. നീ ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഉടനെ തന്നെ നമ്മൾ ഇതിൽ നിന്നെല്ലാം പുറത്തു വരും. ഒരു വശത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് SI റിസോർട്ടിലെ ഒരു സ്ത്രീയുമായി അടുക്കാൻ ശ്രമിക്കുകയും അവരെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർ നേരിട്ട് റൂമിലേക്ക് വന്ന് SI റൂമിൽ എന്ത് ചെയ്യുകയാണെന്ന് ലൈവായി TV-യിൽ കാണിച്ചു. SI ഇങ്ങനെ ഒരു കേസിൽ പെട്ടത് മാത്രമല്ല, തങ്ങൾ എവിടെയാണെന്ന് കൊലപാതകയ്ക്ക് ലൈവായി കാട്ടിക്കൊടുത്തല്ലോ എന്ന് ലക്കി ദേഷ്യപ്പെട്ടു. അതിനുശേഷം SIയെ ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കെടുത്തിയതിന് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അവർ 3 പേരും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടി. SI തന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് ആ മുഖംമൂടി ധരിച്ച ആളായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നില്ലേ, ഇനി 24 മണിക്കൂർ കൂടിയേ ഉള്ളൂ. നിങ്ങൾ എവിടെ പോയാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നവൻ ഭീഷണിപ്പെടുത്തി. ലക്കി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മൾ പിടിക്കപ്പെട്ടതെല്ലാം ആ മുഖംമൂടി ധരിച്ചയാളുടെ പദ്ധതിയാണെന്ന്. അവൻ നമ്മളെ അടുത്തു നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ലളിതയോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മി അക്കയെ പെട്ടെന്ന് കാണാതായല്ലോ, അവരെങ്ങനെയാണ് നിന്റെ അടുത്ത് ജോലിക്ക് വന്നത്? അപ്പോൾ ലളിത പറഞ്ഞു, ലക്ഷ്മി അക്കയുടെ ഭർത്താവിന് കിഡ്നിക്ക് അസുഖമായിരുന്നു, അതുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. എനിക്ക് എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിച്ച് എന്റെ അടുത്ത് വന്നു. എനിക്ക് പാവം തോന്നി ജോലി കൊടുത്തു. അവരുടെ വീട് എവിടെയാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ലളിതയ്ക്ക് ഓർമ്മ വന്നു. ഓപ്പറേഷന് വേണ്ടി പണം കൊടുക്കുമ്പോൾ അവരുടെ വിലാസം സംസാരിച്ചത് അവൾ ഓർത്തു. ആ ഏരിയയുടെ പേര് പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോയി. ലക്ഷ്മി അക്ക അവരെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവർ പിടികൂടി. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി അക്ക സത്യം പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അവർ സഹായിക്കാമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ വ്യാജനല്ല, യഥാർത്ഥ ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മരുന്ന് കലർത്തി നൽകി. നിങ്ങൾ മയങ്ങിക്കിടക്കുമ്പോൾ ഡോക്ടർ മുറിയിലേക്ക് വന്നു. അദ്ദേഹം നിങ്ങളെ ലൈംഗികമായി ഉപദ്രവിച്ചില്ല, പകരം ഇഞ്ചക്ഷൻ നൽകി ഹിപ്നോട്ടിസം ചെയ്യുകയായിരുന്നു. ലക്കിയുടെ ഫോട്ടോ കാണിച്ചാണ് അദ്ദേഹം അത് ചെയ്തത്. ഇതിന് പിന്നിൽ ആ ഡോക്ടർക്ക് വലിയ പങ്കുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ കോൺസ്റ്റബിൾമാരെ വിളിച്ച് ഡോക്ടർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പണം കൊടുത്ത് രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞു. ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വേറെ ആരെങ്കിലുമായി സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി അക്ക പറഞ്ഞു, താമണി വില്ല എന്നൊരു വില്ലയെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അവിടെയാണ് അവരുടെ മീറ്റിങ്ങുകൾ നടക്കുന്നത്. അവർ 3 പേരും ആ വില്ലയിലേക്ക് പോയി. അവിടെ ആ ഡോക്ടർ ഉണ്ടായിരുന്നു. അവരെ കണ്ടതും അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. SI എറിഞ്ഞു കൊടുത്ത ഒരു വടി കൊണ്ട് ലക്കി ഡോക്ടറെ അടിച്ചു. അയാൾ താഴെ വീണു. ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടറുടെ തലയിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പോലീസിന്റെ ശബ്ദം കേട്ട് അവർ 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വാർത്തകളിൽ ആ ഡോക്ടർ കൊല്ലപ്പെട്ടെന്നും ആ കൊലപാതകം ചെയ്തത് ഇവർ 3 പേരാണെന്നും വന്നു. പിന്നീട് ഒരു കടയിൽ വെള്ളം വാങ്ങാൻ പോയപ്പോൾ ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞ് ഓടിക്കാൻ തുടങ്ങി. അവർ ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. അപ്പോൾ ആ മാസ്ക് ധരിച്ച ആളുടെ ഫോൺ വന്നു. ഇത്രയും കാലം പോലീസ് മാത്രമാണ് നിങ്ങളെ പിന്തുടർന്നത്, ഇനി മുതൽ ജനങ്ങളും പിന്തുടരും. മാസ്ക് ധരിച്ച ആൾ പറഞ്ഞതുപോലെ തങ്ങളെ സെലിബ്രിറ്റിയാക്കി ഇനി തങ്ങളുടെ മരണമാണെന്ന് SI പറഞ്ഞു. പക്ഷെ ലക്കി തോൽവി സമ്മതിച്ചില്ല. ഒരു കുറ്റവാളി എപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്യും. നമ്മൾ ആ വീട്ടിലേക്ക് പോയ ഉടനെ ഡോക്ടർ അവിടെ വന്നു. നമ്മളെ കണ്ടതും ഓടി. നമ്മൾ അടിച്ചപ്പോൾ അയാൾ മരിച്ചു. ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നടന്നതുപോലെ തോന്നുന്നു. ആ വീട്ടിൽ എന്തോ ഉണ്ട്. അത് നമ്മൾ അറിയാതിരിക്കാനാണ് അവൻ നമ്മളെ അവിടെ നിന്ന് ഓടിച്ചത്. അവർ വീണ്ടും ആ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു കൺട്രോൾ റൂം ഉണ്ടായിരുന്നു. ഒരുപാട് അന്വേഷണ സാമഗ്രികളും അവിടെ ഉണ്ടായിരുന്നു. ലക്കി തന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ ആ ഉപകരണങ്ങൾ 2 മൊബൈലുകളെ നിയന്ത്രിക്കുന്നുണ്ടെന്നും ആ മൊബൈലുകളുടെ ലൊക്കേഷൻ എവിടെയാണെന്നും കണ്ടെത്തി. അവർ ആ ലൊക്കേഷനിലേക്ക് പോയി. അവിടെ ആ മാസ്ക് ധരിച്ച ആളും മാസ്ക് ധരിച്ച 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ ലക്കിയുമായി യുദ്ധം ചെയ്തു. എന്നാൽ അവിടെ അവർ 3 പേർ മാത്രമല്ല വന്നത്, മാധ്യമങ്ങളെയും പോലീസിനെയും വിവരം അറിയിച്ച ശേഷമാണ് അവർ വന്നത്. ഏത് ജനങ്ങൾക്ക് മുന്നിലാണോ തങ്ങളെ കുറ്റവാളികളാക്കിയത്, അതേ ജനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവർ പദ്ധതിയിടുന്നു. ജനക്കൂട്ടം അവിടെ എത്തി. ഇത്രയും കാലം നിങ്ങൾ കണ്ടതെല്ലാം ഈ മാസ്ക് ധരിച്ചയാൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആ മാസ്ക് ഊരി മാറ്റിയപ്പോൾ അതൊരു പുരുഷനായിരുന്നില്ല, സ്ത്രീയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, വരലക്ഷ്മി ശരത് കുമാർ ആയിരുന്നു. ഞങ്ങൾ 3 പേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളിങ്ങനെ കുടുക്കിയതിന്റെ കാരണം എന്താണെന്ന് ഈ ജനങ്ങളോട് പറ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കഥ പറയാൻ തുടങ്ങി. കുറച്ചു കാലം മുമ്പ് രാമചന്ദ്രൻ എന്നൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. വിത്തുകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന വ്യക്തി. വിളകൾ നശിച്ച് കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് തടയാൻ വിത്തുകൾക്ക് കൂടുതൽ കാലം അതിജീവന ശേഷി നൽകുന്ന ഒരു വിത്ത് അദ്ദേഹം കണ്ടുപിടിച്ചു. പണത്തിനോട് ആർത്തിയില്ലാത്ത അദ്ദേഹം ചെയ്ത ഈ കണ്ടുപിടുത്തത്തിന് സർക്കാർ അദ്ദേഹത്തിന് അവാർഡ് നൽകി. അതോടെ അദ്ദേഹം പ്രശസ്തനായി. ഒരു ദിവസം കോളേജ് കാലത്ത് താൻ പ്രണയിച്ചിരുന്ന ഒരു സ്ത്രീയെ കാണാൻ അദ്ദേഹം പോയി. അവർക്ക് വിവാഹം കഴിഞ്ഞ ഒരു മകളുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞൻ അവിടെ വരുന്നത് ആ മകൾക്ക് ഇഷ്ടമായിരുന്നില്ല. അയൽക്കാർ മോശമായി സംസാരിക്കുമെന്ന് പറഞ്ഞ് അമ്മയും മകളും തമ്മിൽ വഴക്കുണ്ടായി.
ഇത് പരിഹരിക്കാനായി ശാസ്ത്രജ്ഞൻ അവരുടെ വീട്ടിൽ വന്നു. എന്നാൽ ആ സ്ത്രീ ബാത്റൂമിൽ കാൽ വഴുതി വീണ് തലയടിച്ച് തൽക്ഷണം മരിക്കുന്നു. ഇത് കണ്ട് ഞെട്ടിയ ശാസ്ത്രജ്ഞൻ ആംബുലൻസിനെ വിളിച്ചു. സ്ഥലത്തെത്തിയ മകൾ ശാസ്ത്രജ്ഞനാണ് തന്റെ അമ്മയെ കൊന്നതെന്ന് പോലീസിൽ പരാതി നൽകി. അക്കാലത്ത് ഒരു വലിയ മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന ലക്കി ഈ വാർത്തയ്ക്ക് കൂടുതൽ മസാല ചേർത്ത് ശാസ്ത്രജ്ഞനെ മോശക്കാരനായി ചിത്രീകരിച്ചു. സാമൂഹിക പ്രവർത്തകയായ ലളിത സത്യമറിയാതെ ആ പെൺകുട്ടിക്ക് പിന്തുണ നൽകി തെരുവിൽ സമരം ചെയ്തു. SI ശരിയായ അന്വേഷണം നടത്താതെ തന്റെ പ്രൊമോഷന് വേണ്ടി ശാസ്ത്രജ്ഞനാണ് കുറ്റവാളിയെന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും വാക്കുകേട്ട് ജനങ്ങൾ ശാസ്ത്രജ്ഞനെ വെറുത്തു. പിന്നീട് ആ മകൾക്ക് അമ്മയുടെ ഒരു കത്ത് ലഭിച്ചു. അതിൽ ശാസ്ത്രജ്ഞനുമായി തനിക്ക് പവിത്രമായ ഒരു സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അമ്മ എഴുതിയിരുന്നു. സത്യം മനസ്സിലാക്കിയ മകൾ താനാണ് തെറ്റിദ്ധരിച്ച് പരാതി നൽകിയതെന്നും ഇന്റർനെറ്റിൽ നിന്ന് ആ വാർത്തകൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ലക്കി അത് കാര്യമാക്കിയില്ല. ലളിതയും താൻ ചെയ്ത തെറ്റ് തിരുത്താൻ ശ്രമിച്ചില്ല. അപമാനിതനായ ശാസ്ത്രജ്ഞൻ ഹൃദയം തകർന്നു മരിച്ചു. ആ മാസ്ക് ധരിച്ച സ്ത്രീ പറഞ്ഞു, അന്ന് തകർന്നു വീണത് അദ്ദേഹം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പുരോഗതി കൂടിയാണ്. അറിഞ്ഞ കാര്യം പുറത്തു പറയുന്നത് സ്വാതന്ത്ര്യമാണ്, അറിയാത്ത കാര്യം പറയുന്നത് കുറ്റമാണ്. കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? മരണം എന്ന് പറഞ്ഞ് അവർ ആ 3 പേരെയും മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെച്ചു കൊന്നു. ആരായിരുന്നു ആ സ്ത്രീ? അവർ ആ ശാസ്ത്രജ്ഞന്റെ വിദ്യാർത്ഥിനിയായിരുന്നു. വിദേശത്ത് ഗവേഷണം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് തന്റെ ഗുരുനാഥന് സംഭവിച്ച ദുരന്തം അവൾ അറിയുന്നത്. അതിന് കാരണക്കാരായവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് അവൾ മാസ്ക് ധരിച്ചവളായി മാറിയത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തതായി മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും കാണാതാകുന്നു എന്ന വാർത്തയോടെയാണ് സിനിമ അവസാനിക്കുന്നത്. അതിന് പിന്നിലും അവൾ തന്നെയാണെന്ന് കാണിച്ച് സിനിമ തീരുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.